അനുഭൂതിയുടെ ലോകം. എന്താണ് സത്യം? സത്യം അഥവാ ദൈവമെന്നൊന്നുണ്ടോ? മനുഷ്യൻ ഉണ്ടായ കാലം തുടങ്ങി അന്വേഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. ആത്മീയ, ഭൗതിക ശാസ്ത്രങ്ങൾ ഇതിന് ഇന്നുവരെ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. സത്യം അതിഭൗതിക ശക്തിയായ ദൈവമെന്ന സൃഷ്ടികർത്താവാണ് എന്ന് മതങ്ങൾ പറയുന്നു. തെളിവൊന്നും നൽകാൻ കഴിയാതെ വിശ്വാസങ്ങളിലൂടെ ദൈവത്തെ പല രൂപത്തിലും ഭാവത്തിലും സങ്കൽപ്പിച്ച് മതിഭ്രമത്തിൽ ഇലൂഷനായി അനുഭവിച്ച് സത്യമാണെന്ന് പറയുന്നു. അനുഭവങ്ങളെ യാഥാർത്ഥ്യത്തിന്റെ മാനദണ്ഡമായി കണക്കാക്കുന്നവർക്കും വിശ്വാസികൾക്കും ഇത് സ്വീകരിക്കാം. അങ്ങനെ ആത്മീയനായി ജീവിച്ചു മരിക്കാം. ഭൗതികശാസ്ത്രം പ്രകൃതിശക്തികൾക്ക് ഒരു കേവല യാഥാർത്ഥ്യത്തെ സങ്കൽപ്പിച്ച് സിംഗുലാരിറ്റിയിൽ എത്തി നിൽക്കുന്നു. തെളിയിക്കാൻ കഴിയാത്ത ഒരാശയമായി അത് ഇന്നും നിലനിൽക്കുന്നു. എല്ലാ പ്രകൃതിശക്തികളെയും വിശദീകരിക്കാൻ കഴിവുള്ള ഒരു തിയറിയാണ് അവരുടെ ലക്ഷ്യം. തിയറി ഓഫ് എവറിത്തിങ് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ഭാരതീയ ദർശനങ്ങളിൽ ഉയർന്ന ബോധമുള്ള ഋഷിമാർ ബോധമാണ് സത്യമെന്ന് പറയുന്നു. നാം ഓരോരുത്തരും തന്നെയാണ് ആ സത്യമെന്നാണ് അവരുടെ മതം. അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നീ ആശയങ്ങളിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. സത്യം നാം ഓരോരുത്തരും തന്നെയാണെങ്കിൽ അത് നമ്മുടെ വ്യക്തിബോധമാണോ? അല്ലെങ്കിൽ വ്യക്തിബോധത്തിന് ഞാൻ സത്യമാണ് എന്ന് അനുഭവിക്കാൻ കഴിയുമെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. അങ്ങനെ എല്ലാം സങ്കൽപ്പിച്ച് അവരിൽ ചിലർ ധ്യാനമെന്ന മാർഗത്തിലൂടെ ഞാൻ സത്യമാണ്, പ്രപഞ്ചമാണ്, മനസ്സിന് പ്രപഞ്ചത്തോളം വികസിക്കാൻ കഴിയുന്ന അനുഭവമുണ്ട് എന്നെല്ലാം പറയുന്നു. ഈ അനുഭവങ്ങളെല്ലാം സ്ഥായിയായി നിലനിൽക്കുന്നതല്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതിനാൽ ഇതൊരു മതിഭ്രമ അനുഭവമാണെന്ന് വ്യക്തമാണ്. ഈ അനുഭവങ്ങൾക്കു വേണ്ടി സർവസംഘ പരിത്യാഗികളായി ജീവിക്കുന്ന അനേകം സന്യാസിനിമാർ ഭാരതത്തിലുണ്ട്. ചൈനക്കാരുടെ ആത്മീയതയായ താവോയിസത്തിലും ഇതുതന്നെയാണ് സങ്കല്പം. ഞാൻ എന്നിലൂടെ എന്നിൽ തന്നെ എത്തിച്ചേരുന്നതാണ് താവോയിസം. ആത്മാവാണ് സത്യമെന്നാണ് ഇതിലെ കേന്ദ്രീകൃതമായ ആശയം. ഏകദേശം നിസ്സംഗനായി ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിലൂടെ ആത്മാവിനെ അനുഭവിക്കാമെന്നാണ് അവർ മാർഗമായി പറയുന്നത്. ഭൗതികശാസ്ത്രത്തെ പോലെ ഇവിടെയും പ്രപഞ്ചവും ജീവനും ജീവിതവുമെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. ഭയവും ദുഃഖവും ഇല്ലാതാക്കലാണ് താവോയുടെ ലക്ഷ്യം. ബുദ്ധിസവും താവോയിസവും കൂടിച്ചേർന്നാണ് സെന്നായി മാറിയതെന്നാണ് ചരിത്രം. ശ്രീബുദ്ധൻ 12 വർഷക്കാലം സത്യത്തെ അന്വേഷിച്ച് നടന്നു എന്നും അവസാനം അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി എന്നുമാണ് ചരിത്രം പറയുന്നത്. ബോധോദയം എന്താണെന്നോ സത്യമുള്ളതാണെന്നോ ആത്മാവെന്താണെന്നോ ശ്രീബുദ്ധൻ ഒരിടത്തും പറഞ്ഞതായി കാണുന്നില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: ജനനം, ജീവിതം, മരണം ദുഃഖമാണ്, അല്ലെങ്കിൽ വേദനയാണ്. ഈ വേദനയിൽ നിന്ന് എത്രയും വേഗം നിർവ്വാണയിലൂടെ രക്ഷപ്പെടുക. എല്ലാ ജന്മത്തിലും നിർവ്വാണ ബോധ്യപ്പെടണമെന്നത് നിയമമല്ലാത്തതുകൊണ്ട് ബോധ്യപ്പെടുന്ന ജന്മത്തിൽ തന്നെ രക്ഷപ്പെടുക. ബുദ്ധൻ പറഞ്ഞതിൻ്റെ അർത്ഥവും അതിലെ തിടുക്കവും ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വേണം കരുതാൻ. ജീസസ് ഏകദേശം ഇതിന് സമാനമായി തന്നെയാണ് പറഞ്ഞത്. ജീവിതം ബോധപൂർവം നഷ്ടപ്പെടുത്തി നിത്യജീവൻ നേടണമെന്ന് അദ്ദേഹം ശക്തമായി ജനങ്ങളെ പഠിപ്പിച്ചു. ഈ പഠിപ്പിക്കൽ തന്നെ അദ്ദേഹത്തിന് വിനാശകരമായി ഭവിച്ചു. ജീസസും ശ്രീബുദ്ധനെ പോലെ സത്യമെന്താണെന്ന് പറഞ്ഞില്ല. സത്യമെന്താണെന്ന പിലാത്തോസ് എന്ന റോമൻ ഗവർണറിന്റെ ചോദ്യത്തിന് ജീസസിന്റെ മറുപടി മൗനമായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ ശ്രീബുദ്ധനും ക്രിസ്തുവും സത്യത്തിനും ആത്മാവിനുമല്ല പ്രാധാന്യം കൊടുത്തത്, മറിച്ച് രക്ഷപ്പെടലിനാണ്. അതുകൊണ്ടാണ് ജീസസിന് രക്ഷകൻ എന്ന പേര് വന്നത്. എന്തിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്? നശ്വരമായ ജീവനിൽ നിന്നും ജീവിതത്തിൽ നിന്നുമാണ് രക്ഷപ്പെടേണ്ടതെന്നാണ് ശ്രീബുദ്ധനും ജീസസും വ്യക്തമായി പഠിപ്പിച്ചത്. സത്യം അന്വേഷിക്കുന്നതും ആത്മാവിനെ അനുഭവിക്കുന്നതും രക്ഷപ്പെടലും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല എന്ന് നമുക്ക് സാമാന്യമായി ചിന്തിക്കാം. ഒരുവിധം നല്ല രീതിയിൽ പൈപ്പ് ലൈൻ പണി ചെയ്ത് ജീവിച്ചിരുന്ന എന്നിൽ സത്യബോധം കൊണ്ടുവന്നത് ഓഷോ എന്ന മിസ്റ്റിക് ആയിരുന്നു.
ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഭൗതികശാസ്ത്രം എനിക്കൊരു ഹരമായിരുന്നു. പ്രപഞ്ചത്തിന്റെ രഹസ്യമെന്തെന്നറിയാൻ അതിയായ കൗതുകമുണ്ടായിരുന്നു. അപ്പോൾ ഭൗതികമായ രീതിയിൽ ഒരു സത്യാന്വേഷണം എന്നിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നർത്ഥം. എന്നാൽ വിവാഹശേഷം ജീവിതം വഴിമുട്ടിയതോടെ ഭൗതിക സത്യാന്വേഷണം അവസാനിപ്പിച്ച് പണം എങ്ങനെ സമ്പാദിച്ച് സന്തോഷകരമായ ജീവിതം നയിക്കണമെന്നതായിരുന്നു പിന്നീടുള്ള ചിന്ത. ഏകദേശം 46 വയസ്സിനടുത്തായപ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള പണം സമ്പാദിച്ചു. എന്നാൽ ജീവിതം ഡിപ്രഷനിലേക്ക് പോകുന്നതായാണ് അനുഭവപ്പെട്ടത്. തക്ക സമയത്ത് ഓഷോ എന്നെ ശ്രീബുദ്ധനെയും കുറെ സെൻ സന്യാസിമാരെയും രമണ മഹർഷിയെയും ഒക്കെ പരിചയപ്പെടുത്തി. മാത്രമല്ല ബോധവും ബുദ്ധിയും ഒന്നല്ല എന്ന ചില സൂചനകളും അദ്ദേഹം നൽകി. ബ്രഹ്മചര്യം ഒരു വലിയ സംഭവമാണെന്ന് ഓഷോ എന്നെ ബോധ്യപ്പെടുത്തിയതിലൂടെ ഞാൻ എനിക്ക് മനസ്സിലായ രീതിയിൽ ബ്രഹ്മചര്യം പരിശീലിക്കാൻ തുടങ്ങി. അതെന്റെ ചിന്തകളിലും അറിവുകളിലും ചില അതിശയകരമായ മാറ്റങ്ങൾ വരുത്തിയതായി എനിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല കാരണമില്ലാത്ത ഒരു സന്തോഷവും സുഖവും എന്നെ ആവരണം ചെയ്യുന്നതുപോലെ തോന്നി. അപ്പോൾ ഞാൻ ബ്രഹ്മചര്യം ശക്തമാക്കി. ഏകദേശം 90 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനല്ലാതായി മാറുന്ന അവസ്ഥയിലെത്തി. അതോടൊപ്പം ബ്രഹ്മചര്യം എന്നിൽ യൂറിനറി ഇൻഫെക്ഷനായി മാറി. വേദന സഹിക്കാനാവാതെ ഞാൻ പുളഞ്ഞു. മരുന്നുകളോടെനിക്ക് തീരെ താല്പര്യമില്ലാതിരുന്നതിനാൽ വേദന ഇരട്ടിയായി. മരണത്തോളം വേദനയെ സഹിക്കാൻ തീരുമാനിച്ചതോടെ മൂത്രത്തിൽ കൂടി പഴുപ്പ് വെളിയിൽ വരികയും വേദനയ്ക്ക് ആശ്വാസം കിട്ടുകയും ചെയ്തു. അതോടുകൂടി ഓഷോ ബോധ്യപ്പെടുത്തിയ ബ്രഹ്മചര്യ രീതി അവസാനിപ്പിച്ചു. ബ്രഹ്മചര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തീരുമാനിച്ചു. അനേക വർഷത്തെ അന്വേഷണത്തിനു ശേഷം യഥാർത്ഥ ബ്രഹ്മചര്യം എന്താണെന്ന് മനസ്സിലാക്കിയെടുത്തു. പ്രപഞ്ചവും ജീവനും ജീവിതവും വാസ്തവമാണെന്ന് തെറ്റിദ്ധരിച്ച് അവയോടുള്ള മമതാബന്ധങ്ങൾ നിലനിർത്തിയതുകൊണ്ടാണ് ബ്രഹ്മചര്യം ഇൻഫെക്ഷനായി മാറിയത് എന്ന് മനസ്സിലായി. അതോടെ എല്ലാ വസ്തുക്കളോടും ഭൂമിയോടും ബന്ധങ്ങളോടും ഉണ്ടായിരുന്ന എല്ലാ മമതയും ശക്തമായി തള്ളി നിസ്സംഗനാകാൻ ശ്രമിച്ചു. നിസ്സംഗത സംഭവിക്കുന്നതിന് ആനുപാതികമായി ബ്രഹ്മചര്യം അവാച്യമായ ഒരു സുഖവും സന്തോഷവും ഉണ്ടാക്കുന്നതായി അനുഭവപ്പെട്ടു. അതോടെ ഇത്രയും നാൾ ഉണ്ടായിരുന്ന എല്ലാ ജീവിതാനുഭവങ്ങളും അതേ സാഹചര്യത്തിൽ തന്നെ എതിരായി വരുന്നത് കണ്ടു. ദുഃഖിക്കേണ്ട സന്ദർഭങ്ങളെല്ലാം സന്തോഷകരമായും സന്തോഷമെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന സന്ദർഭങ്ങൾ നിസ്സംഗമായും മാറി. മരണഭയം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതോടെ ഇത്രയും നാൾ ഞാൻ താഴ്ന്ന ബോധത്തിലാണ് ജീവിച്ചിരുന്നതെന്നും ഇപ്പോൾ ബോധമുയർന്നതുകൊണ്ടാണ് താഴ്ന്ന ബോധത്തിലെ എല്ലാ അനുഭവങ്ങളും നേർ വിപരീതമായതെന്നും മനസ്സിലായി. താഴ്ന്ന ബോധത്തിൽ അറിയാനും അനുഭവിക്കാനും കഴിയാതിരുന്ന നിലനിൽപ്പിന്റെ ചില സത്യങ്ങൾ ഉയർന്ന ബോധത്തിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു. അതിൽ ഏറ്റവും പ്രധാനം താഴ്ന്ന ബോധത്തിൽ ശാരീരിക വേദനയേക്കാൾ വലുത് എൻ്റെ മാനസിക ദുഃഖമാണെന്ന അറിവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു സത്യാന്വേഷണത്തിന് പുറപ്പെട്ടത്. എന്നാൽ ഉയർന്ന ബോധത്തിൽ ശാരീരിക വേദനയും ലൈംഗിക സുഖവുമല്ലാതെ മറ്റൊരനുഭവത്തെ കാണാൻ കഴിഞ്ഞില്ല. ഇതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. താഴ്ന്ന ബോധത്തിൽ നൂറുകണക്കിന് വികാരാനുഭവങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 2 അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത്. അതെനിക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. എന്താണ് ഞാൻ പിന്നീട് അറിഞ്ഞ സത്യം? ഒരിക്കലും മാറ്റമില്ലാതെ എന്തെങ്കിലും ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് സത്യം. എന്നാൽ മാറാതെ അല്ലെങ്കിൽ മാറ്റത്തിന് വിധേയമല്ലാത്ത എന്തെങ്കിലും ഇവിടെ നിലനിൽക്കുന്നു എന്ന് ആർക്കും ഇന്നുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നതിൽ സത്യമുണ്ടോ? മാറാതെ നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചവും ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഭാരതീയ ദർശനങ്ങളും താവോയിസവും പറയുന്നത്. എനിക്ക് മനസ്സിലാകാത്ത ഒരു യുക്തിയാണത്. മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ നാം കാണാത്ത ഒരു സത്യം ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കാം. തെളിയിക്കാൻ കഴിയാത്തത് പറയുന്നതിൽ ശാസ്ത്രീയതയില്ല. ഒരു ബിന്ദുവിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയിലൂടെ അനന്തമായ ഊർജ പ്രവാഹമുണ്ടായി അത് ഘനീഭവിച്ച് പ്രപഞ്ചമുണ്ടായി എന്നാണ് ഭൗതിക ശാസ്ത്രത്തിലെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ സ്രോതസ്സായ ബിന്ദുവിനെക്കുറിച്ച് ശാസ്ത്രത്തിനൊന്നും പറയാനില്ല. ഞാൻ അനുഭവിച്ച സത്യം നിങ്ങളോട് ചുരുക്കി പറയാം. 1954 ജനുവരി 19 പൂർണ്ണചന്ദ്രനുള്ള ഒരു രാത്രി
ഞാൻ ഒരു നിരീക്ഷകനായി വരാൻ ആവശ്യമായ എന്റെ ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. 4-5 വർഷം കഴിഞ്ഞ് എന്റെ ദേഹം എന്നാണോ ഞാനെന്നും എന്റെ പേര് മാക്സി ഡിക്കോസ്റ്റ എന്നാണെന്നും പറയാൻ തുടങ്ങിയോ, അന്ന് ബോധം നിരീക്ഷകനായി എന്നിൽ ഉദിക്കാൻ തുടങ്ങി. എന്നാണോ ഒരു വ്യക്തിബോധം ഞാൻ എന്ന അഹങ്കാരവും അഭിമാനവുമായി പൂർണ്ണരൂപത്തിലെത്തിയോ, അന്ന് ബോധം ഒരു നിരീക്ഷകനായി എന്നിൽ ജനിച്ചു എന്ന് പറയാം. അത് എത്രാമത്തെ വയസ്സിലാണെന്ന് ചോദിച്ചാൽ എനിക്കത് ഓർമ്മയില്ലെന്ന് പറയേണ്ടി വരും. അങ്ങനെ ആർക്കും ഓർക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇരുട്ടിനും വെളിച്ചത്തിനും അതീതമായി ഒരു ഗാഠനിദ്രയിൽ നിന്നാണ് ഞാൻ എന്ന വ്യക്തിബോധം ഒരു നിരീക്ഷകനായി സൂര്യന്റെ വെളിച്ചത്തിലേക്ക് വന്നത്. ഇതിനു മുമ്പ് ഞാൻ ഈ പ്രപഞ്ചത്തിൽ വന്നതായി എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ശരീരം ജനിച്ചപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം. ഞാൻ ബോധമായി ഇടയ്ക്കുവച്ച് ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എനിക്കുറപ്പുണ്ട്. മസ്തിഷ്കത്തിന് ബോധത്തെ തിരിച്ചറിവായും നിരീക്ഷകനായും സ്വീകരിക്കാൻ ഒരു പ്രത്യേക വളർച്ച ഉണ്ടാകണം. അതിനു മുമ്പ് സഹജാവബോധം മാത്രമേ കുട്ടികൾക്കുണ്ടാവുകയുള്ളൂ. അത് ഏകദേശം ഒരു മൃഗാവസ്ഥയാണ്. ഇടയ്ക്ക് വച്ചാണ് ഞാൻ എന്ന നിരീക്ഷകൻ ശരീരവുമായി ബന്ധപ്പെട്ടതെങ്കിൽ ആ നിരീക്ഷകൻ ശരീരത്തിന്റെ ഒരു ഭാഗമല്ല എന്ന് വ്യക്തമാണ്. ഞാൻ ശരീരമായിരുന്നുവെങ്കിൽ പ്രായപൂർത്തിയാകുന്ന ഒരു മനുഷ്യനോട് സമാന മസ്തിഷ്ക വ്യാപ്തമുള്ള ഏതൊരു മൃഗത്തിനും ഞാനെന്നും എന്റേതെന്നും പറയാനാകുമായിരുന്നു. യഥാർത്ഥവും ഊർജവും ചേർന്ന് ഒരു മനുഷ്യദേഹം ഉണ്ടാകുമ്പോൾ ദേഹപദാർത്ഥത്തിന് ഞാനെന്നും എന്റേതെന്നും പറയാൻ കഴിയുമെന്നാണ് ഭൗതികവാദികൾ പറയുന്നത്. ബോധം ഭൗതികതയുടെ ഒരു ഭാഗമാണ് എന്നാണ് അവരുടെ അഭിപ്രായം. ഇത് തെളിയിക്കാൻ അവർക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. ഗാഠനിദ്രയിൽ നിന്ന് ഉണരുമ്പോഴാണ് സ്വപ്നത്തിലും ജാഗ്രത്തിലും ഞാനെന്നും എന്റേതെന്നും അനുഭവിക്കുന്നത് എന്ന് നാം എല്ലാ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരു ഗാഠനിദ്രയിലാണ് നാം ജനിക്കുന്നതിന് മുമ്പ് നിലനിന്നിരുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതായത് ന്റെ സ്രോതസ് ഗാഠനിദ്രയായിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ ആ ഗാഠനിദ്രയിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ രാത്രിയിലെ നിദ്ര മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്നാൽ നാം എന്നും ഉണർന്നും ഉറങ്ങിയും നിലനിൽക്കും. കാരണം രാത്രിയിലെ ഗാഠനിദ്രയും അതിൽ നിന്നുള്ള ഉണർവും നമ്മുടെ അനുവാദമില്ലാതെ തനിയെ നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. മരണം ഞാൻ്റെ നിത്യമായ നിദ്രയാണെന്നാണ് ഒരുവിധ എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ഞാനും ദേഹവും രണ്ടാണെങ്കിൽ ദേഹത്തിന്റെ മരണം ഞാനിന്റെ മരണമാകുന്നതെങ്ങനെ? ജീവനിൽ പ്രത്യക്ഷപ്പെടുകയും ജീവന്റെ മരണത്തോടെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഞാൻ എന്ന ബോധത്തിന് മരിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പല്ലേ? നമ്മുടെ രാത്രി നിദ്രയെ പരിശോധിച്ചാൽ നിദ്രയിൽ ഏതോ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസമാണ് സ്വപ്നമെന്ന് മനസ്സിലാക്കാം. സ്വപ്നം ഉറക്കത്തിന്റെ ഭാഗമാണ്. രാത്രി സ്വപ്നവും പകൽ ജീവിതവും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നു തന്നെയാണെന്ന് നമുക്ക് തെളിയിക്കാം. അനുഭവങ്ങളാണ് യാഥാർത്ഥ്യത്തിന്റെ മാനദണ്ഡമെങ്കിൽ പകൽ ജീവിതവും ഒരു സ്വപ്നമായിരിക്കില്ലേ എന്ന് ചിന്തിക്കാം. സ്വപ്നത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും പകൽ ജീവിതത്തിനും ഉണ്ട് എന്ന് കാണാം. ജനിക്കുന്ന ഒരു ദേഹം ഒരു വ്യക്തിബോധം രൂപീകരിക്കുന്ന അന്ന് അവൻ സാവധാനം ഒരു നിദ്രയിൽ നിന്നും ഉണരുകയല്ലേ ചെയ്യുന്നത്? ആ ഉണർവ് ഒരു സ്വപ്നത്തിലേക്കായിരിക്കുമെന്ന് രാത്രി സ്വപ്നം നമുക്ക് തെളിവ് നൽകുന്നു. ഏത് നിദ്രയായാലും അതിൽ നിന്നുള്ള ഒരു ഉണർവ് സ്വപ്നമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. കാരണം നിദ്രയിൽ നിന്ന് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഉണരുകയാണെന്ന് ഒരു കാരണവശാലും നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. രാത്രി സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന ആരും സ്വപ്നത്തിൽ കണ്ട സൃഷ്ടിയും അതിലെ അനുഭവങ്ങളും യാഥാർത്ഥ്യമാണെന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ കഴിയുകയുമില്ല. എന്നാൽ ഉണർന്നില്ലായിരുന്നുവെങ്കിലോ? സ്വപ്നം കണ്ടുകൊണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് അതിലൊരു നിരീക്ഷകനായി നിലനിൽക്കുമായിരുന്നു. അതുപോലെ ജാഗ്രത്തിൽ നിന്ന് ഒരു ഉണർവ് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ജാഗ്രത്തിലെ നിരീക്ഷകനും ഇല്ലാത്തതാണെന്ന് പറയേണ്ടി വരുമായിരുന്നു. പകൽ ജീവിതത്തിൽ നിന്നും തനിയെ ഉള്ള ഒരു ഉണർവ് നാം ആരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. കാരണം രാത്രി സ്വപ്നത്തേക്കാൾ 10 മടങ്ങ് യാഥാർത്ഥ്യബോധം പകൽ ജീവിതത്തിനുണ്ട് എന്നത് തന്നെ. മാത്രമല്ല പകൽ ജീവിതം എന്നത് രാത്രി സ്വപ്നത്തിന് തുല്യവുമല്ല. പകൽ സ്വപ്നം ഒരു പ്രക്ഷേപണ രീതിയെയാണ് അവലംബിക്കുന്നത് എന്ന് കാണാം.
ഈ പ്രക്ഷേപണത്തിന്റെ ദൈർഘ്യം ഒരു പുരുഷായുസ്സാണ്, ഏകദേശം 60-70 വർഷം. ഈ പ്രക്ഷേപണത്തിൽ നിന്നും ഉണരാൻ കഴിയാത്തതിനാൽ ജനനം പല ദേഹങ്ങളിലായി തുടർന്നുകൊണ്ടേയിരിക്കും എന്നത് അതിന്റെ നിയമമാണ്. അതേ നിയമപ്രകാരം നാം ആരും ബോധപൂർവം ഈ ജാഗ്രതയിൽ ജനിക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ശരീരഘടനയും ആരോഗ്യവും നിറവും ജാതിയും മതവും ഒന്നും തിരഞ്ഞെടുക്കാൻ കഴിയാതെ പോയത്. രമണ മഹർഷിക്ക് പ്രകൃതി ഈ ഉണർവ് ദാനമായി കൊടുത്തു. ശ്രീബുദ്ധന് ഉണരാൻ 12 കൊല്ലം കഷ്ടപ്പെടേണ്ടതായി വന്നു. ഒരു ഉണർവ് പരിശ്രമത്തിലൂടെ സാധ്യമാണ് എന്ന് ശ്രീബുദ്ധനാണ് ആദ്യമായി തെളിയിച്ചത്. അതാണ് എനിക്ക് പ്രചോദനമായത്. മാത്രമല്ല, ബോധപൂർവം ഉണരാൻ ശ്രമിക്കാതെ ജാഗ്രതയിൽ നിന്നും ഒരു ഉണർവ് സാധ്യമല്ല എന്നും ശ്രീബുദ്ധൻ തെളിയിച്ചു. കൂടാതെ ബോധപൂർവമാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സ്വയം പ്രക്ഷേപണം ചെയ്യുന്നതെന്ന് ശ്രീബുദ്ധന്റെ ഉണർവ് തെളിവ് നൽകുന്നു. മതബന്ധങ്ങൾക്ക് പൂർണ്ണ സാക്ഷിയായി യഥാർത്ഥ ബ്രഹ്മചര്യം പ്രായോഗികമാക്കിയാൽ ബോധമുയരുമെന്നും അതിലൂടെ ശ്രീബുദ്ധന്റെ ഉണർവ് സാധ്യമാകുമെന്നും മനസ്സിലാക്കിയ ഞാൻ അതിനായി എന്തു വില കൊടുക്കാനും തയ്യാറായി. ഉയർന്ന ബോധത്തിൽ പകൽ ജീവിതം ഒരു പ്രക്ഷേപണമാണെന്ന് മനസ്സിലാക്കിയതോടെ ഈ പ്രക്ഷേപണത്തെ എങ്ങനെയാണ് ബോധം യാഥാർത്ഥ്യമാക്കി തോന്നിപ്പിക്കുകയും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നാം ജനിക്കുന്നതെന്ന് അനുഭവപ്പെടുത്തുകയും ചെയ്യുന്നതെന്ന് എനിക്ക് ബോധ്യമായി. അതിനെന്നെ സഹായിച്ചത് സിനിമ എന്ന പ്രക്ഷേപണം തന്നെയായിരുന്നു. പുറമെ ഒരു നിരീക്ഷകനായി ഇരുന്നുകൊണ്ട് സിനിമ കണ്ടാൽ ആ സിനിമ എന്നെ ദുഃഖിപ്പിക്കുമെങ്കിലും വേദനിപ്പിക്കില്ല എന്ന് ഞാൻ കണ്ടെത്തി. കാരണം സിനിമയ്ക്ക് പുറത്തിരുന്നു കൊണ്ടാണ് നിരീക്ഷകനായ ഞാൻ സിനിമ കാണുന്നത്. എന്നാൽ അതേ നിരീക്ഷകൻ സിനിമയിലുള്ള ഒരു കഥാപാത്രത്തിനകത്തേക്ക് കയറിയാൽ സിനിമയും എന്നെ വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെയാണ് ബോധം നമ്മുടെ ജീവനിൽ വേദനയെ കൊണ്ടുവന്നത്. അതുപോലെ പകൽ ജീവിതമായ ജാഗ്രത്തിൽ ഒരു കഥാപാത്രമായ എൻ്റെ ദേഹത്തിൽ ഞാൻ എന്ന നിരീക്ഷകനായി ബോധം കയറി നിൽക്കുന്നതാണ് എൻ്റെ വേദനയുടെയും ദുഃഖത്തിൻ്റെയും കാരണമെന്ന് വെറും സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിലാക്കി. എന്നാൽ ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിരീക്ഷകനായി നിൽക്കുന്ന ബോധത്തെ ശരീരത്തിനകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന മാർഗങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. അത് അത്രയ്ക്ക് നിസ്സാരമല്ല എന്ന് എനിക്ക് ബോധ്യമായി. അതിനായി ശൂന്യതയായ ബോധത്തെ അനുഭവങ്ങളിലൂടെ എങ്ങനെ പഠിക്കാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അതിനെനിക്ക് ധൈര്യം നൽകിയത് ഭാരതീയ ദർശനങ്ങളിലെ ഒരു പരാമർശമാണ്. ബോധമുള്ളിടത്തെ അനുഭവമുള്ളൂ, അനുഭവമുള്ളിടത്തെ ബോധമുള്ളൂ. ഇതിൽ നിന്ന് ബോധത്തെ അറിയാൻ അനുഭവങ്ങളെ പഠിച്ചാൽ മതിയെന്ന് ബോധ്യമായി. എൻ്റെ അനുഭവങ്ങളെ അല്ലാതെ മറ്റൊരാളുടെ അനുഭവങ്ങളെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് എനിക്ക് എന്നിലേക്ക് തിരിയാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ബോധപൂർവം നാം നമ്മുടെ അനുഭവങ്ങളെ പഠിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എന്നാൽ ബോധപൂർവം നാം നമ്മെ തന്നെ പഠിക്കുന്നതിന് നമ്മുടെ മനസ്സ് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. കാരണം നമ്മുടെ ബുദ്ധിയും മനസ്സും നമ്മിൽ നിന്ന് അന്യമായ വസ്തുക്കളെയും വ്യക്തികളെയും കുറിച്ച് പഠിക്കാൻ നൽകപ്പെട്ടവയാണ്. കത്തികൊണ്ട് ഒരു നട്ടും ബോൾട്ടും മുറുക്കാൻ ആവശ്യപ്പെട്ടാൽ അതത്ര എളുപ്പമായിരിക്കുകയില്ല. എങ്കിലും ഞാൻ എൻ്റെ പരിശ്രമം നിർത്തിയില്ല. എന്ത് സഹിച്ചും ബോധപൂർവം ഞാൻ എൻ്റെ അനുഭവങ്ങളെ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ജാഗ്രത് എന്ന ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങളെ 4ആയി തരംതിരിച്ചു. ഏൽപ്പറഞ്ഞ 4 അനുഭവങ്ങളിൽ 2 സാക്ഷിത്വത്തിലൂടെ ഇല്ലാത്തവയെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. എന്നാൽ ബാക്കി 2 ഒരേ സമയം യാഥാർത്ഥ്യവും മിഥ്യയുമാണെന്ന് കണ്ടെത്തി. അതായത് 2 അനുഭവങ്ങൾ അനിർവചനീയമാണെന്ന് പറയേണ്ടി വരും. ഒരേ സമയം യാഥാർത്ഥ്യവും മിഥ്യയുമായ ഒരു അനുഭവത്തെ നമ്മുടെ ബുദ്ധിക്ക് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു പൂച്ച 50% മരിച്ചുവെന്നും 50% ജീവിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. പൂച്ച ഏകദേശം മരിക്കാറായി എന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. പ്രക്ഷേപണത്തിൽ നിന്ന് ബോധത്തിന് പുറത്തു കടക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ അനിർവചനീയതയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നീടുള്ള എൻ്റെ അന്വേഷണം എന്തുകൊണ്ടാണ് ബോധം ദേഹത്തിനകത്ത് കയറി നിന്ന് നിരീക്ഷിക്കുന്നത് എന്നായിരുന്നു.
ബോധമെന്ന ശൂന്യത അകത്ത് കയറുക, പുറത്തു കടക്കുക എന്നു പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ശൂന്യതയ്ക്ക് അകത്ത് കടക്കാനോ പുറത്തിറങ്ങാനോ സാധ്യമല്ല. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും തോന്നൽ മാത്രമാണ്. അതായത് എൻ്റെ ശരീരം വേദനിക്കുന്നു എന്നും ദുഃഖിക്കുന്നു എന്നും എനിക്ക് വെറുതെ തോന്നുക മാത്രമാണ്. ദുഃഖം തോന്നലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പം കഴിയും. അതുപോലെ അതില്ലാതാക്കാനും സാധിക്കും. എന്നാൽ വേദനയെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. ദുഃഖം തോന്നലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പം കഴിയും. അതുപോലെ അതില്ലാതാക്കാനും സാധിക്കും. എന്നാൽ വേദനയെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. കാരണം അനിർവചനീയതയെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ബുദ്ധിക്ക് കഴിവില്ല. അതുകൊണ്ട് ശരീരത്തിൽ ഞാൻ എന്ന നിരീക്ഷകൻ ജനിക്കാൻ പാടില്ല. അങ്ങനെ ജനിക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു എൻ്റെ അടുത്ത ചിന്ത. നിരീക്ഷകൻ ശരീരത്തെ ബോധപൂർവം സ്വീകരിച്ചാണ് ഈ ജാഗ്രത് എന്ന പ്രക്ഷേപണത്തിലേക്ക് വരുന്നത് എന്ന എൻ്റെ കണ്ടെത്തൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഈ പ്രക്ഷേപണം ഒരു തരത്തിലും ഒഴിച്ചുകൂടാനാവാത്ത വേദനയാണെന്ന് അറിഞ്ഞിട്ടുപോലും ഇത് നാം സ്വീകരിക്കുന്നു. നമ്മുടെ ബോധത്തിന് തിരിച്ചറിവുണ്ടായിരുന്നിട്ടും ഇതിനെ തിരസ്കരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. ബോധപൂർവമാണ് നിരീക്ഷണത്തിലേക്ക് വന്നതെന്ന് നാം എല്ലാവരും മറന്നുപോയി. അങ്ങനെ മറക്കാൻ ആവശ്യമായ എന്തോ ഒരു പ്രോഗ്രാം നമ്മുടെ മസ്തിഷ്കത്തിൽ ചെയ്തു വച്ചിട്ടുണ്ടായിരിക്കാം. ബോധപൂർവമാണ് നാം ജീവനെന്ന പ്രക്ഷേപണത്തിൽ വന്നതെങ്കിൽ ബോധപൂർവം തന്നെ അതിൽ നിന്ന് പിന്തിരിയണമെന്ന് നാം തന്നെ തീരുമാനിക്കണം. അതാണ് അതിൻ്റെ നിയമം. ബുദ്ധൻ ജനിച്ചിട്ട് 2500 വർഷം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും ഉണരാൻ കഴിയാതിരുന്നതിൻ്റെ രഹസ്യം ഇതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ബോധപൂർവം ഉണരാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ആ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കുണ്ടായ തടസ്സങ്ങളാണ് ഞാൻ ഇതിനു മുമ്പുള്ള പുസ്തകങ്ങളിൽ വ്യക്തമാക്കാൻ ശ്രമിച്ചത്. ശ്രീബുദ്ധന്റെ മാർഗം ഏകദേശം ഊഹിച്ച് മമതാബന്ധങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കി ബ്രഹ്മചര്യത്തെ ആശ്രയിച്ചപ്പോൾ അതിൻ്റെ സ്വാഭാവികതയായി ചില കാര്യങ്ങൾ സംഭവിച്ചു. മമതാബന്ധങ്ങളെ സത്യാന്വേഷകരും സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരും തള്ളിക്കളയാറുണ്ട്. എന്നാൽ ബന്ധങ്ങളെ തള്ളുന്നതുകൊണ്ട് മാത്രം മമതാബന്ധങ്ങൾ ഇല്ലാതാകുകയില്ല. കാരണം മനസ്സിന്റെ വിചിത്രമായ ഒരു പ്രതിഭാസം ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇത്തരം ബ്രഹ്മചര്യത്തിൽ മനസ്സ് നിസ്സംഗമാകേണ്ടതാണ്. എന്നാൽ മനസ്സ് നമ്മെ ബുദ്ധിപൂർവ്വം വിഡ്ഢികളാക്കുകയാണ്. മമത എന്നതിൻ്റെ അർത്ഥം താല്പര്യം അഥവാ ഇഷ്ടമെന്നാണ്. അതായത് നാം ഇഷ്ടപ്പെടുന്ന ബന്ധങ്ങൾ തള്ളുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇഷ്ടമില്ലാത്ത ചില ബന്ധങ്ങൾ നമുക്കുണ്ട്. അതും കൂടി തള്ളിയാലേ ഇത് പൂർണ്ണമാകുകയുള്ളൂ. സ്നേഹിക്കരുത്, എന്നാൽ വെറുക്കുകയും ചെയ്യരുത്. സുഖത്തെ തള്ളണം, വേദനയെ സ്വീകരിക്കണം. അതിനു പകരം സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ സുഖത്തെ സ്വീകരിക്കുകയും വേദനയെ തള്ളുകയും ചെയ്താൽ, സ്നേഹബന്ധം ഇല്ലാതാക്കിയതുകൊണ്ടോ സുഖത്തെ തള്ളിയതുകൊണ്ടോ മമതാബന്ധം ഇല്ലാതാകുകയില്ല. ഒരു ബന്ധം സ്ഥാപിക്കാതെ മറ്റൊരാളെ വെറുക്കാനോ വേദനയെ സ്വീകരിക്കാനോ കഴിയില്ല. വേദനയെ നിരാകരിച്ചാൽ സുഖത്തെ സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം. വളരെ സങ്കീർണമായ മനസ്സിന്റെ ഒരു പ്രതിഭാസമാണിത്. ഉപാധികൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന മനസ്സിന് ഇത് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. കാരണം ഈ രീതിയിൽ മമതാബന്ധങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ മനസ്സിൽ ഉപാധികൾ നഷ്ടപ്പെടണം. നന്മയെ ശരിയായും തിന്മയെ തെറ്റായും കാണുന്ന മനസ്സിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉപാധികൾ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഇല്ലാതാകുക എന്നാണ് അർത്ഥം. ഇവിടെയാണ് ഞാൻ വിജയിച്ചത്. ഉപാധികളില്ലാതെ ജീവിക്കാൻ പരമാവധി ശ്രമിച്ചും മമതാബന്ധങ്ങളെ നിസ്സംഗതയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്ത് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതോടെ ബോധമുയരുകയും അതിൻ്റെ ഉയർച്ചയുടെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ജാഗ്രത്തിൽ നിന്നും എന്നെ അത് ഉണർത്തുകയും ചെയ്തു. അതായത് നിരീക്ഷകൻ പ്രക്ഷേപണത്തിൽ നിന്നു പുറത്തു കടന്നു. അപ്പോൾ മാത്രമാണ് ഇത്രയും നാൾ യാഥാർത്ഥ്യമായി അനുഭവിച്ച ജീവനും ജീവിതവും പ്രക്ഷേപണമാണെന്ന് അനുഭവിച്ചത്. അതിനു മുമ്പ് ഇവ പ്രക്ഷേപണമാണെന്ന അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിവ് അനുഭവമായിട്ടും എനിക്ക് വേദനയിൽ നിന്നും പൂർണ്ണമായി പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞാനൊരു സ്വതന്ത്രനായ നിരീക്ഷകനാണെന്ന് അനുഭവിച്ചു. ഇതാണ് ശ്രീബുദ്ധൻ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്.
യാഥാർത്ഥ്യബോധത്തിൽ നാം സ്ഥാപിക്കുന്ന ബന്ധങ്ങളെ ഒരേ സമയം സ്നേഹിക്കാനും വെറുക്കാനും പാടില്ല. ഇത് മനസ്സിന് മനസ്സിലാകാത്ത ഒരറിവാണ്. ഇതാണ് യഥാർത്ഥ നിസ്സംഗത. ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. ജാഗ്രത്തിൽ നിന്നും ഉണർന്ന ഞാൻ എന്താണ് കണ്ടതും അനുഭവിച്ചതും അവ ഇതിനു മുമ്പ് കാണാതിരിക്കാനും അനുഭവിക്കാതിരിക്കാനും എന്റെ മനസ്സ് എന്തെല്ലാം സൂത്രങ്ങൾ എന്നിൽ പ്രയോഗിച്ചു എന്നിവയാണ് ഈ പുസ്തകത്തിൽ മുഖ്യമായും വിശദീകരിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന നിങ്ങൾക്കും മനസ്സിന്റെ കെണിയിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടാം. ഇവിടെ ഒരു സത്യവും യാഥാർത്ഥ്യവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അന്വേഷിക്കുവാനും ഒന്നുമില്ല. മനസ്സ് ഇവയെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നതാണ്. അത് നാം തന്നെയാണ്. നമ്മൾ സ്വയം വിഡ്ഢിയാക്കപ്പെടുകയാണ്. നില്ലാത്ത വേദന ഉണ്ടാക്കി കാണിക്കുന്ന മനസ്സിനെ തന്നെ ഇല്ലാതാക്കിയ ശേഷം മരണം സംഭവിച്ചാൽ അതോടെ എന്നേക്കുമായി വേദനയിൽ നിന്ന് പുറത്തു കടക്കാം. അതിനെയാണ് ബുദ്ധൻ നിർവാണ എന്ന് വിളിച്ചത്. മനസ്സിനെ നിലനിർത്തിക്കൊണ്ട് ജീവൻ വെടിഞ്ഞാൽ വീണ്ടും അത് ശരീരം സ്വീകരിച്ച് പ്രക്ഷേപണത്തിലേക്ക് വരും, വേദനയെ അനുഭവപ്പെടുത്തും. അപ്പോൾ ഇവിടെ കാണുന്നതും അനുഭവിക്കുന്നതും സത്യമല്ലേ? സത്യമല്ല എന്ന് ചിന്തിക്കാൻ ഒരു കാരണവശാലും കഴിയുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പ്രപഞ്ചവും ജീവനും ജീവിതവും ദുരൂഹതയുടെ ഒരു കലവറയായാണ് ആത്മീയരും ഭൗതികരും കരുതുന്നത്. ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി അനുഭവപ്പെട്ടാൽ ദുരൂഹത അതിന്റെ ഭാഗമായി തനിയെ രൂപം കൊള്ളും. ആ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ആർക്കും ഒരു കാലത്തും കഴിയില്ല. സ്വപ്നത്തിൽ സത്യവും രഹസ്യവും ദുരൂഹതയും ഒന്നുമില്ല. സ്വപ്നമില്ലാത്തതാണ്. ജാഗ്രത് സ്വപ്നത്തിന് തുല്യമല്ല. സ്വപ്നത്തിന് സമാനമായ പ്രക്ഷേപണമാണ്. ഒരു ബുദ്ധൻ ഉയർന്ന ബോധത്തിൽ സ്വപ്നവും പ്രക്ഷേപണവും എങ്ങനെയാണ് നോക്കിക്കാണുന്നതും അത് എങ്ങനെ തന്റെ നിർവ്വാണയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു എന്നതുമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന വിഷയം. അത് വളരെ ലളിതമായ രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജാഗ്രത് അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതാണ് ആദ്യത്തെ പ്രശ്നം. യാഥാർത്ഥ്യമാണെങ്കിൽ വേദന എന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഒരു കാലത്തും മനുഷ്യന് മോചനമില്ല. എന്നാൽ വേദന യാഥാർത്ഥ്യമല്ല. അത് പ്രക്ഷേപണത്തിന്റെയും സ്വപ്നത്തിന്റെയും ഒരു ഭാഗമാണെന്ന് നമുക്ക് തെളിയിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞാൽ പ്രക്ഷേപണത്തിൽ നിന്നും പുറത്തു കടക്കാം, സ്വപ്നത്തിൽ നിന്നും ഉണരാം. ഇതിനുള്ള ബുദ്ധിയും ബോധവും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇത് ബോധ്യപ്പെടുന്ന ഒരാൾ എത്രയും വേഗം നിർവ്വാണയിൽ എത്തണമെന്ന് ബുദ്ധൻ ആവശ്യപ്പെടുന്നത്. ആദ്യം ജീവൻ പ്രക്ഷേപണവും ജീവിതം സ്വപ്നവുമാണെന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഞാൻ നിങ്ങളെ ഈ പുസ്തകത്തിലൂടെ സഹായിക്കും. നിങ്ങൾക്കത് 100% ബോധ്യപ്പെട്ടാൽ ഞാൻ പറയുന്ന മാർഗങ്ങളിലൂടെ പുറത്തു കടക്കാനും ഉണരാനും ഉള്ള ശ്രമം നിങ്ങൾ സ്വയം നടത്തണം. അത് നിങ്ങളുടെ മാത്രം വിഷയമാണ്. വേദനയെ എല്ലാ ജന്മങ്ങളിലും സഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടലിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഈ പുസ്തകം വായിക്കേണ്ട ആവശ്യം പോലുമില്ല. ബുദ്ധനെ സംബന്ധിച്ച് സത്യവും യാഥാർത്ഥ്യവും ദൈവവും ബോധവും ജീവനും ജീവിതവും ഒന്നുമില്ല. ഇത്തരമൊരു അറിവിലേക്ക് സത്യാന്വേഷണത്തിലൂടെ മാത്രമേ ഏതൊരു മനുഷ്യനും എത്താൻ കഴിയുകയുള്ളൂ. പ്രക്ഷേപണത്തിലും സ്വപ്നത്തിലും വേദനയെ സങ്കല്പിച്ചു കൊണ്ടുവരുവാനുള്ള ബോധത്തിന്റെ കഴിവാണ് ബുദ്ധനെ സ്തബ്ധനാക്കുന്നത്. വെറുതെ സങ്കല്പങ്ങൾ കൊണ്ട് വേദനയെ അനുഭവപ്പെടുത്താൻ ബോധത്തിന് കഴിയുമെങ്കിൽ ബോധം അതെങ്ങനെ ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയാൽ മതി. ആ രീതിയിലൂടെ തന്നെ തിരിച്ചുപോയാൽ വേദനയിൽ നിന്നും എന്നേക്കുമായി പുറത്തു കടക്കാം. മാനസിക ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കുന്ന അതേ തത്വം തന്നെയാണ് ഇവിടെയും പ്രായോഗികമാക്കേണ്ടത്. ആഗ്രഹങ്ങളാണ് മാനസിക ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖവും ഡിപ്രഷനും പോകും. അതുപോലെ ബോധം നിരീക്ഷകനായി ജീവനിൽ പ്രവേശിക്കുന്നതാണ് വേദനയ്ക്ക് കാരണം. ജീവനിൽ നിന്നും ബോധത്തെ പുറത്തു കടത്താൻ മാർഗമുണ്ടെങ്കിൽ വേദനയിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടാം. അതാണ് ബുദ്ധൻ കണ്ടെത്തിയ നിർവ്വാണയുടെ അടിസ്ഥാനം. ഇവിടെ സത്യത്തിനും ദൈവത്തിനും രഹസ്യങ്ങൾക്കും ഒന്നിനും പ്രസക്തിയില്ല. ജീവനിൽ ബോധം എന്ന്, എപ്പോൾ, എങ്ങനെ കടന്നു എന്ന ചരിത്രം നാം ഓരോരുത്തരും മറന്നുപോയി. ബോധം ഒന്നേയുള്ളൂ,
അത് നമ്മിലെല്ലാവരിലും വ്യത്യസ്ത വ്യക്തിബോധമാണെന്ന അഥവാ നിരീക്ഷകനാണെന്ന അറിവിൽ വ്യത്യസ്ത ജനിതക ശ്രേണി കൊണ്ട് തെറ്റിദ്ധരിച്ചു നിൽക്കുന്നു. ഈ വ്യത്യസ്തതയാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ആശയക്കുഴപ്പം. ഭൂതകാലം മറന്നുപോകുകയും ഇവിടെ പലതുണ്ട് എന്ന ആശയക്കുഴപ്പം ഉണ്ടാകുകയും ചെയ്താൽ സ്വപ്നവും പ്രക്ഷേപണവും യാഥാർത്ഥ്യമാകുകയും ഈ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാൻ താഴ്ന്ന ബോധത്തിലുള്ള ബുദ്ധിക്ക് കഴിയാതാകുകയും ചെയ്യും. ബോധമുയർത്താതെ ഒരു കാരണവശാലും ഭൂതകാലത്തെ ഓർമ്മിക്കാനും ആശയക്കുഴപ്പം ഇല്ലാതാക്കാനും കഴിയില്ല. അതുകൊണ്ട് ബോധത്തെ ഉയർത്തുക. അപ്പോൾ ഇവയെല്ലാം താനെ പരിഹരിക്കപ്പെടുകയും നിർവ്വാണയിൽ എത്തുകയും ചെയ്യുന്നു. ബോധത്തെ ഉയർത്തുന്നത് മാത്രമാണ് വേദനയിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാനുള്ള ഏക മാർഗം. ഈ പുസ്തകത്തിന്റെ പ്രധാന വിഷയവും അതുതന്നെ. പ്രക്ഷേപണവും സ്വപ്നവുമായ ജീവനും ജീവിതവും യാഥാർത്ഥ്യമല്ല എന്ന് എന്തുകൊണ്ടാണ് നിരീക്ഷകന് പ്രായപൂർത്തിയാവുമ്പോൾ അനുഭവപ്പെടാത്തത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. നിലനിൽപ്പിന്റെ ശാരീരികമായ വേദനകളും മനസ്സിന്റെ അനുഭൂതികളുമാണ് ഇതിന് കാരണമെന്നാണ് ഉയർന്ന ബോധത്തിൽ ഞാൻ കണ്ടെത്തിയത്. വേദന വരുമ്പോൾ ജീവനും ജീവിതവും ശക്തമായ യാഥാർത്ഥ്യമാകുന്നതും സുഖം വരുമ്പോൾ യാഥാർത്ഥ്യവും ഗൗരവവും കുറഞ്ഞു പോകുന്നതും സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്നാൽ അങ്ങനെ ബോധപൂർവം സൂക്ഷിച്ചു നോക്കാൻ അനുഭൂതി എന്ന വികാരങ്ങളുടെ ഹോർമോണുകൾ നമ്മെ അനുവദിക്കുകയില്ല. ആയിരക്കണക്കിന് വികാരങ്ങളും അവയുടെ ഹോർമോണുകൾ കൊണ്ടുള്ള അനുഭവങ്ങളും അനുഭൂതിയും നമ്മെ സദാസമയം കബളിപ്പിച്ചുകൊണ്ടിരിക്കും. സ്വയം കബളിപ്പിച്ചാൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല. മറ്റൊരാൾ അനുഭൂതി കൊണ്ട് കബളിപ്പിക്കപ്പെടുന്നത് നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയുള്ള അനുഭൂതിയെ ഉയർന്ന ബോധം കൊണ്ട് മാത്രമേ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അനുഭൂതിയുടെ ശക്തി കൊണ്ട് ആത്മാവിന് ജീവൻ ഒരു ലഹരിയായി മാറുന്നു. അതുകൊണ്ട് ഏത് വികലാംഗത്വവും രോഗവും ഉണ്ടെങ്കിലും ആത്മാവ് അഥവാ വ്യക്തിബോധം ജീവനെ ചേർത്തു പിടിക്കുന്നു. അനുഭൂതിയെ ഒന്ന് മനസ്സിലാക്കാൻ പോലും ഏകദേശം 20 വർഷത്തിലധികം എനിക്ക് വേണ്ടി വന്നു. ജീവനെയും ജീവിതത്തെയും പ്രപഞ്ചത്തെയും എന്നും യാഥാർത്ഥ്യത്തിൽ നിലനിർത്താനുള്ള അനുഭൂതിയുടെ അനന്തമായ സാധ്യത എന്നെ ആദ്യമായി ബോധ്യപ്പെടുത്തിയത് 2 വർഷം മുമ്പ് എൻ്റെ ശിഷ്യയായി വന്ന ഒരമ്മയും അധ്യാപികയുമായ ഒരു യുവതിയാണ്. അതിനു മുമ്പ് ശാരീരിക വേദനയെ മാത്രമാണ് യാഥാർത്ഥ്യബോധത്തിന്റെ കാരണമായി ഞാൻ കണ്ടെത്തിയിരുന്നത്. ജീവനും ജീവിതവും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു വലിയ കെണിയാണെന്ന് ഈ പുസ്തകം വായിച്ച് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടൽ നിങ്ങളെ നിർവ്വാണയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയോടെ മാസ്റ്റർ. കുറിപ്പ്: ദിവസവും ഭോഗിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഈ പുസ്തകം വായിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും എളുപ്പമല്ല. ചുരുങ്ങിയത് 1 മാസത്തെ ബ്രഹ്മചര്യമെങ്കിലും ഉണ്ടെങ്കിലേ ഇതിലെ ആശയങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ലൈംഗിക ഊർജം ബോധതലങ്ങളെ വ്യത്യാസപ്പെടുത്തുമെന്ന ശാസ്ത്രീയമായ സത്യമാണ് ഇതിന് കാരണം. ബുദ്ധിയുള്ളതുകൊണ്ട് മനസ്സിലാക്കാം എന്ന് വിചാരിക്കരുത്. തുടരും.